ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയ ജെസ്സി എന്ന് പറയുന്ന തെലുങ്ക് മിസ്റ്ററി ഹൊറർ ത്രില്ലർ മൂവിയാണ്. പേര് പോലെ തന്നെ ജെസ്സി എന്ന പേരുള്ള പെൺകുട്ടിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. അപ്രതീക്ഷിതമായി അവളുടെ ലൈഫിൽ ചില സംഭവങ്ങൾ അരങ്ങേറുന്നു. ആദ്യം ചെറുതെന്ന് തോന്നിപ്പിക്കുന്നതും എന്നാൽ പോകെ പോകെ ഗൗരവം കൂടി വരുന്നതുമായ സംഭവങ്ങൾ അവളുടെ ജീവിതത്തെ തകിടം മറിക്കുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളിലൂടെയാണ് കഥ പോകുന്നത്. പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റും കൂടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ രണ്ട് സഹോദരിമാരായ ഏമിയെയും ജെസ്സിയെയുമാണ് കാണിക്കുന്നത്. ഏമി ജെസ്സിയോട് ദൈവമുള്ളതുപോലെ ഈ ആത്മാക്കളും ലോകത്തുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ദൈവമുണ്ടെന്ന് നിന്നോടാരാ പറഞ്ഞതെന്ന് ജെസ്സി ചോദിക്കും. അമ്മയെന്ന് ഏമി പറയും. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ അമ്മ ഒരിക്കലും മരിക്കില്ലായിരുന്നു. അതുപോലെ ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ഒരു ആത്മാവായിട്ടാണെങ്കിലും നമ്മളുടെ ഒപ്പം ഉണ്ടാകുമായിരുന്നു എന്ന് ജെസ്സി പറയും. ശേഷം കാണിക്കുന്നത് ഏമിയും ജെസ്സിയും കാറിൽ പോകുന്നതാണ്. പെട്ടെന്ന് അവർ സഞ്ചരിച്ച കാർ ആക്സിഡന്റിൽ പെട്ട് അവർ രണ്ടുപേരും അപ്പൊ തന്നെ മരിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് കുറച്ച് കോളേജ് സ്റ്റുഡൻസിനെയാണ്. അവർ ഒരു ഗോസ്റ്റ് ഹണ്ടേഴ്സ് ആണ്. അതായത് ഓരോ സ്ഥലങ്ങളിൽ പോയി അവിടെ പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യൽ. അതാണ് ഇവരുടെ പണി. ഇപ്പൊ വിക്ടോറിയ ഹൗസ് എന്ന് പറയുന്ന വീട്ടിൽ പ്രേതാത്മാക്കൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടത് കൊണ്ട് അവിടെ പോയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കലാണ് അവരുടെ അടുത്ത പ്രൊജക്ട്. ഈ വിക്ടോറിയ ഹൗസ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഏമിയും ജെസ്സിയും താമസിച്ച വീടാണ്. അവരുടെ മരണശേഷം ആ രണ്ടുപേരുടെയും ആത്മാക്കൾ വിക്ടോറിയ ഹൗസിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന സംസാരം ആളുകൾക്കിടയിൽ വന്നു തുടങ്ങി. അങ്ങനെ ഇവർ വണ്ടിയിൽ പോകുന്ന വഴി ഒരു പെണ്ണ് അതിലൂടെ നടന്നു പോകുന്നത് അവർ കാണും. അവളുടെ പേര് സമീറ എന്നാണ്. അപ്പോൾ കൂട്ടത്തിലെ കോഴിയായ അബി എന്ന് പറയുന്ന ഒരുത്തൻ ഡ്രൈവ് ചെയ്യുന്ന ശാലിനിയോട് നീ ഒന്ന് വണ്ടി നിർത്താമോ? ആ പെൺകുട്ടിയെ കണ്ടില്ലേ, അവൾ ഒറ്റയ്ക്കാണ്. ഈ റോഡും പരിസരവും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവൾക്ക് നമുക്കൊരു ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറയും. അന്നേരം കൂട്ടത്തിലുണ്ടായ ജോ എന്ന് പറയുന്ന ഫുഡികൾ ലിഫ്റ്റ് അങ്ങോട്ട് പോയി ചോദിച്ചു കൊടുക്കേണ്ടതല്ല, ഇങ്ങോട്ട് ചോദിച്ചു വരേണ്ടതാണെന്ന് പറയും. അത് കേട്ട അബി അവളോട് നീ മിണ്ടാതെ നിന്റെ ചിപ്സ് കഴിക്കാൻ നോക്കെന്ന് പറയും. അങ്ങനെ അബിയുടെ നിർബന്ധ പ്രകാരം ശാലിനി വണ്ടി നിർത്തും. അങ്ങനെ വണ്ടിയിൽ നിന്നിറങ്ങിയ അബി സമീറയോട് ഹലോ, ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി, ഞങ്ങളുടെ GPS ആണെങ്കിൽ വർക്ക് ആകുന്നില്ല എന്ന് പറയും. എന്നാൽ അവൻ സംസാരിക്കുന്ന അതേ സമയം തന്നെ GPS-ന്റെ സൗണ്ട് വണ്ടിയിൽ നിന്ന് കേൾക്കുന്നുണ്ടാകും. അത് കേട്ട സമീറ ഇവർ എന്തോ ഉടായി പിറക്കാൻ നോക്കുകയാണെന്ന് വെച്ച് അബി പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കും. സമീറ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ട അബി സമീറയോട് അതെ, ഞങ്ങൾക്ക് വിക്ടോറിയ ഹൗസിലേക്കാണ് പോകേണ്ടത്, GPS-ൽ അതിന്റെ ലൊക്കേഷൻ ഇല്ല, ഞങ്ങൾക്ക് ആ സ്ഥലം കറക്റ്റ് എവിടെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും. വിക്ടോറിയ ഹൗസ് എന്ന് കേട്ട സമീറ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്ത് വിക്ടോറിയ ഹൗസോ, അവിടേക്ക് എന്തിനാ നിങ്ങൾ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ശാലിനി സോറി, ഞങ്ങൾക്ക് അത് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വഴി അറിയാമെങ്കിൽ പറഞ്ഞു താ എന്ന് പറയും. ഞാനില്ലാതെ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റില്ല, കാരണം ഞാൻ ആ വിക്ടോറിയ ഹൗസിന്റെ ഓണറാണ്. അതിനുശേഷം അവരെല്ലാവരും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ വിക്ടോറിയ ഹൗസിലേക്ക് പോകുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ സമീറ ബാക്കിയുള്ളവരോട് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്ടിന് വേണ്ടിയിട്ട് വിക്ടോറിയ ഹൗസ് തന്നെ തിരഞ്ഞെടുത്തത് എന്താണെന്ന് ചോദിക്കും. കാരണം അവിടെ പ്രേതങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അബി പറയും. അതൊക്കെ വെറുതെ ആളുകൾ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നതാ, ആ വീട് ശരിക്കും എന്റെയാ, ഞാനത് വിൽക്കാൻ ശ്രമിക്കുകയായിരുന്നു, ഞാനാണെങ്കിൽ ജർമ്മനിയിലാണ് താമസിക്കുന്നത്, അവിടെ താമസിച്ച ആ ജെസ്സിയുടെയും ഏമിയുടെയും മരണശേഷം ഞാൻ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ അവരുടെ ആത്മാക്കൾ ഉണ്ടെന്ന് ആളുകൾ പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആ വീടും സ്ഥലവും ഒന്നും വിൽക്കാൻ പറ്റുന്നില്ല, ആരും അത് വാങ്ങിക്കാനും തയ്യാറാകുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ഡീല് വെക്കാം, ഗോസ്റ്റ് ഹണ്ടേഴ്സ് ആയ നിങ്ങളെ ഞാൻ അതിനകത്തേക്ക് കയറ്റാം, പകരം നിങ്ങൾ എല്ലാവരും എന്നെ അവിടെ പ്രേതവും ഒരു മണ്ണാങ്കട്ടിയും ഇല്ല എന്ന് തെളിയിക്കാൻ സഹായിക്കണമെന്ന് സമീറ പറയും. അങ്ങനെ അവർ ആ ഡീലിന് സമ്മതിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നീട് എല്ലാവരും ആ വിക്ടോറിയ ഹൗസിലേക്ക് എത്തും. മാറാലയും പൊടിയും നിറഞ്ഞ് കണ്ടാൽ തന്നെ പ്രേതാലയം തോന്നിപ്പിക്കുന്ന ഒരു പടുകൂറ്റൻ ബംഗ്ലാവായിരുന്നത്. ശേഷം അവർ നേരെ അവിടെയുള്ള സ്വിമ്മിംഗ് പൂളിന് അടുത്തേക്ക് പോകും. അതാണെങ്കിൽ ആകെ മുഴുവനും പായലും പൂപ്പലും പൊടിയും നിറഞ്ഞു കിടക്കുന്നുണ്ടാകും. അതിനകത്ത് ഒരു ചെയർ ഉണ്ടാകും. എന്നാൽ ആ ചെയർ മാത്രം നല്ല ക്ലീൻ ആയിരിക്കും. അല്ല, സ്വിമ്മിംഗ് പൂളിൽ എങ്ങനെയാ ചെയർ വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലാകില്ല. അപ്പോഴേക്ക് നേരം ഏതാണ്ട് രാത്രി ആയിട്ടുണ്ടാകും. പിന്നീട് അവർ ആ വീടിനകത്തേക്ക് കയറും. അവിടെയാണെങ്കിൽ കറണ്ട് ഉണ്ടാകില്ല. അന്നേരം മോജോ ഞാൻ ഇവിടെയുള്ള എല്ലാ റൂമിലും ക്യാമറ സെറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകും. അതേസമയം എല്ലാവരും പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു, ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അബി പറയും. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് അത് കേട്ട സമീറ ചോദിക്കും. അന്നേരം ശാലിനി ഈ വീട്ടിൽ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടായിട്ടും കഴിഞ്ഞ 3 വർഷമായിട്ട് ഇതിനകത്ത് ആരും കയറിയതായിട്ട് ഒരു ലക്ഷണവും ഇല്ല എന്ന് പറയും. അങ്ങനെ അവർ ഓരോന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു രക്തം പുരണ്ട ചെരുപ്പ് കാണും. അതേസമയം മുകളിലത്തെ മുറിയിൽ കയറിയ മോജോ വോക്കി ടോക്കിയിൽ അവരോട് ഇവിടുത്തെ മുകളിലെ ഒരു മുറിയിൽ മെഴുകുതിരികളൊക്കെ വളരെ വിചിത്രമായി കത്തിച്ചു വെച്ചിട്ടുണ്ട്, ഇവിടെ എന്തോ
സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മുകളിലേക്ക് വാ എന്ന് പറയും. അന്നേരം ശാലിനി ആദ്യം നമുക്ക് താഴത്തെ മുറികളെല്ലാം പരിശോധിക്കണം, എന്നിട്ട് മുകളിലേക്ക് പോകാം, നീ ആദ്യം താഴെ വാ എന്ന് പറയും. അങ്ങനെ അവർ ഓരോ റൂമിന്റെയും അകത്തേക്ക് കയറി നോക്കും. അപ്പൊ ഒരു റൂമിൽ ഏവിയുടെയും ജെസ്സിയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കാണും. എന്നാൽ അതിൽ അവരുടെ ഫേസ് വ്യക്തമായി കാണുന്നുണ്ടാകില്ല. പിന്നീട് അവർ നേരെ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് പോകുമ്പോൾ അവിടെ മുഴുവനും കാൻഡിൽസ് ഒക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടാകും. ഒപ്പം വൈനും ജ്യൂസും ഒക്കെ ഉണ്ടാകും. എന്നാൽ കാലങ്ങളായി അവിടെ ആരും താമസിക്കാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും എല്ലാവരും. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അവർ ഓരോരുത്തർക്കും തോന്നും. അത് കഴിഞ്ഞ് അവർ നേരെ കിച്ചണിലേക്കായിരിക്കും പോവുക. അന്നേരം അവിടെ കുക്കർ വിസിൽ ചെയ്യുന്നുണ്ടാകും. ഗ്യാസ് സ്റ്റവ് ഒക്കെ ഓൺ ആയിരിക്കും. കൂടാതെ ഫ്രഷ് പച്ചക്കറികളും ഉണ്ടാകും. അന്നേരം ശാലിനി ജെസ്സിയുടെയും ഏമിയുടെയും ആത്മാക്കൾ അവിടെ ഉണ്ടെന്ന് കരുതി, ഹലോ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് പറയാമോ എന്ന് ചോദിക്കും. പക്ഷെ അതിന് മറുപടി ഉണ്ടാകില്ല. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തതിനു ശേഷം അവർ നേരെ മുകളിലേക്ക് പോകും. അന്നേരം മുകളിലെത്തി ഒരു റൂം കാണിച്ചുകൊണ്ട് മോജോ, ഞാൻ നേരത്തെ നിങ്ങളോട് ഈ റൂമിന്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയും. അങ്ങനെ അവർ ആ റൂമിനകത്തേക്ക് കയറുമ്പോൾ അവരെ പാവകളും പേടിപ്പിക്കുന്ന കുറെ ഡ്രോയിങ്സും ആയിരിക്കും സ്വീകരിക്കുക. സത്യത്തിൽ ഇവിടെ ആരാ ഉള്ളത്, ഈ ചിത്രങ്ങളെല്ലാം ആരാ വരച്ചതെന്ന് അവർക്കാർക്കും മനസ്സിലാകില്ല. ശേഷം അവർ ആ റൂമിന്റെ പുറത്ത് വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ ആ റൂമിന്റെ വാതിലുകൾ അടയും. അത് കണ്ട് എല്ലാവരും ഓടിപ്പോയി ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി എന്താ സംഭവിച്ചതെന്ന് നോക്കുന്ന സമയത്ത് ആ റൂമിലെ വിൻഡോയില് എന്തോ വീഴും. പേടിച്ചുകൊണ്ട് എല്ലാവരും അതെന്താണെന്ന് നോക്കുമ്പോൾ പൂളിലുണ്ടായ ചെയറിൽ ഒരു സ്ത്രീ ടെഡി ബിയറിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണും. പെട്ടെന്ന് ആ സ്ത്രീയുടെ കയ്യിലുണ്ടായ ടെഡി ബിയർ അവർക്ക് നേരെ തിരിയും. അപ്പോഴേക്കും എല്ലാവരും പേടിച്ച് കരയാൻ തുടങ്ങും. ആ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ധൈര്യമുള്ളത് ശാലിനിക്കാണ്. അവൾ മാത്രം പേടിക്കില്ല. അന്തരം കാൻഡിൽസ് അണയും, വാതിലടയും, അവരുടെ കയ്യിലുണ്ടായ ടോർച്ചും ഓഫാകും. അവരാകെ പരിഭ്രാന്തരാകും. പെട്ടെന്ന് ഒരു നിമിഷം ടോർച്ച് ഓണാകും, ഡോർസും ഓപ്പൺ ആകും. എല്ലാവരും ധൃതിയിൽ വിൻഡോയിലൂടെ പൂളിനകത്തുള്ള ചെയറിൽ നോക്കും. എന്നാൽ അവിടെ ആരും ഉണ്ടാകില്ല. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാണുന്നത് അവരുടെ മുമ്പിലായി നിൽക്കുന്ന നേരത്തെ ആ പൂളിൽ കണ്ട ടെഡി ബിയർ ആണ്. മാത്രമല്ല ആരോ അതിലൂടെ നടന്നുപോയ അടയാളവും ഉണ്ടാകും. അതോടൊപ്പം താഴെ നിന്ന് TV ഓണായതിന്റെ സൗണ്ടും അവർ കേൾക്കും. അതോടെ അവർ വേഗം താഴേക്ക് പോയി നോക്കും. അപ്പോൾ സെമീറ പേടിച്ചുകൊണ്ട്, ഇവിടെ നിൽക്കേണ്ട, വാ നമുക്ക് പോകാമെന്ന് ശാലിനിയോട് പറയും. അപ്പോൾ ശാലിനി എന്താണ് ശരിക്കും ഈ വീട്ടിൽ സംഭവിച്ചതെന്ന് അറിയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. അവൾ നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി പറയുന്ന സമയത്ത് എന്തോ സൗണ്ട് കേൾക്കും. അത് ജോ ചിപ്സ് കഴിക്കുന്ന സൗണ്ട് ആയിരിക്കും. ഓ, ഇത് ഇവിടുന്ന് കഴിക്കുന്ന സൗണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എഗെയിൻ വീഡിയോ എടുക്കുന്നതിൽ ശ്രദ്ധിക്കും. അപ്പൊ വീണ്ടും എന്തോ സൗണ്ട് കേട്ട് അത് ജോ ചിപ്സ് കഴിക്കുന്ന സൗണ്ട് ആണെന്ന് വിചാരിച്ച് ക്യാമറ തിരിച്ച സമയത്ത് മോജോ ഒരു കറുത്ത രൂപം കണ്ടു പേടിക്കും. കൂട്ടത്തിലുള്ള എല്ലാവരും എന്താ പറ്റിയതെന്ന് അവനോട് ചോദിക്കും. അവൻ അങ്ങനെ ആ റെക്കോർഡഡ് വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കും. അന്നേരം എല്ലാവരും ആ കറുത്ത രൂപം കാണും. അടുത്ത നിമിഷം TV സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആകും. അതിൽ ഏമിയുടെയും ജെസ്സിയുടെയും ജീവിതം സ്ക്രീനിൽ കാണിക്കാൻ തുടങ്ങും. ജനുവരി 24, 2013. ജെസ്സി ഒരു കോഫി ഹൗസിൽ നിന്ന് ഏമിയോട്, എന്റെ ബാഗ് നിന്റെ കയ്യിലല്ലേ ഉള്ളതെന്ന് ചോദിക്കും. സോറി, ഞാൻ കാറിൽ വെച്ച് മറന്നു എന്ന് ഏമി പറയും. നീ എന്തായാലും ഇവിടെ നിൽക്ക്, ഞാൻ അത് പോയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ജെസ്സി പോകും. കാറ് തുറന്നു നോക്കിയ ജെസ്സിക്ക് അതിനുള്ളിൽ ബാഗ് ഇല്ല എന്ന് മനസ്സിലാകും. കാറിന്റെ ഗ്ലാസ് ആണെങ്കിൽ തുറന്ന നിലയിലായിരിക്കും ഉണ്ടാവുക. അവൾ ആകെ ടെൻഷനാകും. അവൾ ഏമിയുടെ അടുത്ത് പോയിട്ട്, നിന്നോട് ആരാ ഗ്ലാസ് തുറക്കാൻ പറഞ്ഞത്? എന്റെ ബാഗ് കാണുന്നില്ല, ആ ബാഗിലാണ് എന്റെ ഫോണും ഡ്രൈവിംഗ് ലൈസൻസും ബാക്കി വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് ജെസ്സി പറയും. അന്നേരം ഏമി, ഐ ആം സോറി, നീ ഈ ലോകത്തുള്ള എല്ലാ സാധനവും ആ ബാഗിലാണ് വെക്കലെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് അവർ ഇപ്പൊ നിൽക്കുന്ന വിക്ടോറിയ ഹൗസിലേക്ക് പോകും. അപ്പൊ വിക്ടോറിയ ഹൗസ് കണ്ട ഏമി ഇത് ആരുടെ വീടാണെന്ന് ചോദിക്കും. നീ ഒന്ന് നിർത്തി ഏമി, എനിക്ക് ആകെ വട്ടുപിടിക്കുന്നുണ്ട്, ഇതൊന്നും തമാശയല്ലേ എന്ന് ജെസ്സി പറയും. അന്നേരം ഏമി, അല്ല നമ്മൾ എന്തിന് ഇവിടെയൊക്കെ വന്നത്, ഇത് നമ്മളുടെ വീടല്ലല്ലോ എന്നൊക്കെ പറയും. ഏമിയുടെ ഓരോ സംസാരം കേട്ട് ജെസ്സി അവളോട് എന്തോ പറയും. എന്നാൽ അതെന്താണെന്ന് നമ്മളെ കേൾപ്പിക്കില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ജെസ്സി ഏമിയോട് ബാഗ് കാണാതായിട്ട് 2 ദിവസമായി. പോലീസിനെ വിളിച്ചപ്പോൾ അവർ കുറച്ച് ഹാഷായിട്ട് കിട്ടിയാൽ തരാമെന്നാണ് പറഞ്ഞത്. അവരുടെ പെരുമാറ്റം വെച്ച് ഇനി ആ ബാഗ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ പുതിയൊരു ഫോൺ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും രാജീവിനോട് പറയുമെന്ന് പറയും. രാജീവ് ജെസ്സിയുടെ കാമുകനാണ്. രാജീവ് എന്ന പേര് കേട്ട സമയം ഏമി എന്തോ രീതിയിൽ ജെസ്സിയെ നോക്കും. അടുത്ത സീനിൽ പുതിയ ഫോൺ വാങ്ങിയതിനു ശേഷം ജെസ്സി അവളുടെ ഡയറിയിൽ എഴുതി വെച്ച രാജീവിന്റെ നമ്പർ അതിൽ സേവ് ചെയ്യും. അന്നേരം ആരോ ഡോർബെൽ അടിക്കും. ജെസ്സി പോയി വാതിൽ തുറക്കും. അപ്പൊ അത് ആ നാട്ടിലെ ഇൻസ്പെക്ടർ ആയ രമേശ് ആയിരിക്കും. രമേശ് ജെസ്സിയുടെ നഷ്ടപ്പെട്ട ബാഗ് തിരിച്ചു തരാൻ വന്നതായിരിക്കും. അതിനുശേഷം ജെസ്സിയോട് രമേശ് കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കും. ജെസ്സി അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പോകും. പിന്നീട് രമേശ് കാണുന്നത് വെള്ളമെടുത്ത് വരുന്ന ഏമിയെയും അതുപോലെ വേറൊരു ജെസ്സിയുമായിരിക്കും. എല്ലാം കണ്ട രമേശിന് എന്താ നടക്കുന്നതെന്ന് മനസ്സിലാകില്ല. അപ്പൊ ഇപ്പൊ വന്ന ജെസ്സി രമേശിനോട്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കും. അപ്പോൾ രമേശ് ചെറിയൊരു കൺഫ്യൂഷനിലോട് കൂടി, നിങ്ങളുടെ ബാഗ് കാണാതായെന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഏൽപ്പിക്കാൻ വന്നതാണ്, ഇതാണോ എന്ന് നോക്കിയേ എന്ന് പറയും. അപ്പോൾ ജെസ്സി, ഈ ബാഗ് എന്റെ അല്ല എന്ന് പറയും. രമേശ് വീണ്ടും കൺഫ്യൂസ്ഡ് ആകും. എന്നിട്ട് അയാൾ, ഒരു മിനിറ്റ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ബാഗ് എടുത്തിട്ട് വരും. അപ്പൊ ജെസ്സി, ആ ഇതാണ് എന്റെ ബാഗ് എന്ന് പറയും. അത് കേട്ട് രമേശ്,
ഈ ബാഗ് നിങ്ങളുടേത് തന്നെയാണെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കും. അതെ, ഇതെന്റെ ബാഗ് തന്നെയാ, ദാ ID കാർഡ് നോക്ക്, ഇതിലെന്റെ ഫോട്ടോ തന്നെയാണെന്ന് ജെസ്സി പറയും. അങ്ങനെ രമേശ് ശരിയെന്ന് പറഞ്ഞ് ഏമി ഒരു നോട്ടം നോക്കി അവിടുന്ന് പോകും. അന്ന് രാത്രി ജെസ്സി അവളുടെ പുതിയ നമ്പറിൽ രാജീവിനെ വിളിച്ച് താൻ ജെസ്സിയാണെന്ന് പറയും. അന്നേരം ജെസ്സിയോ എന്ന് രാജീവ് പിടികിട്ടാത്ത രീതിയിൽ ചോദിക്കും. പിന്നെ കാണിക്കുന്നത് അവർ തമ്മിൽ സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നതാണ്. എന്നാൽ അതെന്താ സംസാരിച്ചതെന്ന് നമ്മളെ കേൾപ്പിക്കില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം ജോഗിങ്ങിന് പോകുന്ന സമയത്ത് ജെസ്സിക്ക് രാജീവിന്റെ കോൾ വരും. ഞാൻ ഭയങ്കര ബിസിയായിരുന്നു, ഒരു ഭാഗത്ത് ജോലിയുടെ ടെൻഷനും, കൂടാതെ ഞാൻ ആ സമയത്ത് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതാണോ നീ വിളിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് ആരാണെന്ന് മനസ്സിലാവാതെ ഇരുന്നത്. പിന്നെ നമുക്ക് ഏമിയെ ഡോക്ടറെ കാണിക്കണ്ടേ? സൈക്യാട്രിസ്റ്റ് കുമാറിന്റെ അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് ഏമിയെ കാണിക്കാമെന്ന് രാജീവ് പറയും. എന്നാൽ ഏമിക്ക് എന്താ ശരിക്കും പ്രശ്നമെന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ പറയില്ല. ശേഷം രാജീവും ജെസ്സിയും ഏമിയെ കൂട്ടിയിട്ട് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകും. ജെസ്സി ഏമിയെ ഉദ്ദേശിക്കൊണ്ട് ഇവൾ 1987 നവംബർ 25 ജനിച്ചത്. അതനുസരിച്ച് ഇവൾക്കിപ്പം 25 വയസ്സാകേണ്ടതാണ്. എന്നാൽ മാനസികമായും ശാരീരികമായും ഇവൾ ഇപ്പോഴും 16 വയസ്സിലാണ് ഉള്ളത്. ഇവൾക്ക് 18 വയസ്സ് തികഞ്ഞപ്പോഴേക്കും ഇവളുടെ വയസ്സ് 3 വർഷം പിറകോട്ടേക്ക് പോകാൻ തുടങ്ങി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവളുടെ വയസ്സ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല എന്ന് ജെസ്സി പറയും. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ ഡോക്ടർ പറയും, ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ട്, ദി ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ. അതിലെ നായകൻ ഒരു വൃദ്ധനായി ജനിച്ച് പിറകോട്ടേക്ക് ജീവിച്ച് അവസാന ശിശുവായി മരിക്കും. ആ സിനിമ ഞാൻ 4-5 തവണ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കാണാത്ത ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ആ കഥയുമായിട്ട് ഇനി എന്റെ അടുത്ത് വാ. ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ രാജീവും ജെസ്സിയും ഏമിയെ കൂട്ടിയിട്ട് അവിടുന്ന് പോകും. അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി ജെസ്സി അവളുടെ റൂമിൽ നിന്ന് ലാപ്ടോപ്പിൽ നോക്കുന്ന സമയത്ത് ഏമി അവളെ വിളിക്കുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ ജെസ്സി അവളുടെ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഏമി അവിടെ നിൽക്കുന്നുണ്ടാകും. ജെസ്സിയെ കണ്ട് അവളോട് നീ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ഏമി ചോദിക്കും. ഞാനോ? നീയല്ലേ എന്നെ വിളിച്ചതെന്ന് ജെസ്സി പറയും. അന്നേരം വളരെ സ്ട്രേഞ്ച് ആയിട്ട് ഞാൻ എപ്പോഴാ നിന്നെ വിളിച്ചതെന്ന് ഏമി പറയും. വെറുതെ തമ്മിൽ വഴക്കിടേണ്ട എന്ന് കരുതി ജെസ്സി ശരി നീ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ നിന്നെയും വിളിച്ചിട്ടില്ല, ഇപ്പൊ കുഴപ്പമില്ലല്ലോ, ഇനി പോയി കിടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ട് ജെസ്സി അവിടുന്ന് പോകും. അതെല്ലാം കഴിഞ്ഞ് ജെസ്സി അവളുടെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ബെഡിൽ ഉണ്ടായിരുന്ന അവളുടെ ലാപ്പ് ചെയറിൽ നിന്ന് ആടുന്നത് കാണും. ചേടാ, ഇതെന്താ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകില്ല. അപ്പൊ ഏമി ജെസ്സി എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന സൗണ്ട് കേൾക്കും. ജെസ്സി ഓടിപ്പോയി വേഗം ഏമിയുടെ റൂമിൽ പോയി നോക്കുമ്പോൾ എന്തോ കണ്ട് പേടിച്ചിരിക്കുന്ന ഏമിയെ കാണും. അത് മനസ്സിലാക്കിയ ജെസ്സി എന്താ പറ്റിയതെന്ന് അവളോട് ചോദിക്കും. കട്ടിലിന്റെ അടിയിൽ എന്തോ ഉണ്ട്, എനിക്ക് പേടിയാകുന്നു എന്ന് ഏമി പറയും. അപ്പൊ ജെസ്സി മെല്ലെ കട്ടിലിന്റെ അടിയിൽ നോക്കും. അന്നേരം കട്ടിലിന്റെ അടിയിൽ തന്നെ പേടിച്ചിരിക്കുന്ന ഏമിയെ കാണും. അവൾ കട്ടിലിന്റെ മുകളിൽ ആരോ ഉണ്ടെന്ന് പേടിച്ചിട്ട് പറയും. ഇതൊക്കെ കണ്ട് ജെസ്സിയുടെ കിളി പോകും. അവൾ കട്ടിലിന് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഏമി ഉണ്ടാകില്ല. ജെസ്സിക്ക് ആകെ വെപ്രാളം വരും. അതേ സമയത്ത് ഏതോ ഒരു കറുത്ത കൈകൾ അവളുടെ കാലിൽ കയറി പിടിക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ പിറ്റേ ദിവസം രാജീവിനെ വിളിച്ചിട്ട് ജെസ്സി തലേന്ന് രാത്രി അരങ്ങേറിയ സംഭവങ്ങളെല്ലാം പറയും. അതൊക്കെ കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടി ജെസ്സി ഏമിയെ വിളിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോകും. അങ്ങനെ റൂമിലെത്തിയ ജെസ്സി നോക്കുമ്പോൾ ഉണ്ടാകും സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഗോസ്റ്റ് ഹണ്ടേഴ്സ് ആ വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടായ അതേ സ്കേറി ഡ്രോയിങ്സ് ഏമി വരച്ചു വെച്ചിട്ട്. അപ്പൊ അതൊക്കെ ഏമി വരച്ചതാണെന്ന് അർത്ഥം. ഇതൊക്കെ കണ്ട ജെസ്സി ഇനി മേലാൽ ഇതുപോലുള്ള ചിത്രങ്ങൾ വരക്കരുതെന്ന് ഏമിയോട് പറയും. അതെന്തോ വരച്ചാൽ ഇതെന്റെ ഹോബിയാണെന്ന് പറഞ്ഞ് ഏമി അവിടുന്ന് പോകും. അപ്പൊ ഏമിയുടെ യാദൃശികമായ പെരുമാറ്റം കണ്ട് ജെസ്സിക്ക് വല്ലാത്ത പേടി വരും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം ജെസ്സി ഏമിയെ വിളിച്ചിട്ട് ഏമിയുടെ റൂമിലേക്ക് പോകും. എന്നാൽ അവളെ അവിടെ എങ്ങും കാണില്ല. അങ്ങനെ ജെസ്സി വീട് മുഴുവനും അരിച്ചു പെറുക്കും. പക്ഷെ ഏമി അവിടെ ഒന്നും ഉണ്ടാകില്ല. ശേഷം അവൾ രാജീവിനെ വിളിച്ചിട്ട് ഏമിയെ കാണാത്ത വിവരം പറയും. ആ സമയം മുകളിൽ നിന്ന് അവളുടെ മുഖത്തേക്ക് വെള്ളം മുറ്റും. ജെസ്സി പേടിച്ചുകൊണ്ട് വേഗം ബാത്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ഉണ്ടാകും ബാത്ടബിൽ വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ കിടക്കുന്ന ഏമി. ജെസ്സി വേഗം അവളെ വിളിക്കാൻ നോക്കും. എന്നാൽ ഏമിയുടെ ബോധം അപ്പോഴേക്കും പോയിട്ടുണ്ടാകും. അപ്പോഴേക്കും രാജീവ് അവിടെ എത്തും. രാജീവിന് ജെസ്സി ഏമി വരച്ച ഡ്രോയിങ്സ് എല്ലാം കാണിച്ചു കൊടുക്കും. അതെല്ലാം കണ്ടിട്ട് രാജീവ് സൈക്കോളജിസ്റ്റായ ആരാധ്യ എന്ന് പറയുന്ന സ്ത്രീയെ അവിടേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരോട് ഈ കാര്യങ്ങളെല്ലാം ജെസ്സിയും രാജീവും പറയും. ശേഷം അവർ രണ്ടുപേരും ഡോക്ടറിനെ കൂട്ടിയിട്ട് ഏമിയുടെ റൂമിലേക്ക് പോകും. അങ്ങനെ റൂമിനകത്തെത്തിയ ഡോക്ടർ എനിക്ക് ഏമിയോട് തനിച്ച് സംസാരിക്കണം, നിങ്ങൾ രണ്ടാളും ഇവിടെ നിൽക്കെന്ന് പറയും. അകത്തേക്ക് കയറിയ ഡോക്ടർ ഏമിയോട് എന്താ സംസാരിച്ചതെന്ന് നമ്മളെ കേൾപ്പിക്കില്ല. പെട്ടെന്ന് ഡോക്ടർ കതക് തുറന്നു വരും. അവരാണെങ്കിൽ ആകെ പേടിച്ച് ഭയന്നിട്ടുണ്ടാകും. ഇത് കണ്ട് ജെസ്സിയും രാജീവും എന്താ പറ്റിയതെന്ന് അവരോട് ചോദിക്കും. ഏമി ഒരു മനുഷ്യനല്ല, നിങ്ങൾ ശരിക്കും ഡോക്ടറിനെ അല്ല പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരാളെയാണ് കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞ് അവർ പേടിച്ച് അവിടെ ഓടും. എന്നാൽ ജെസ്സിക്കും രാജീവിനും ആ സ്ത്രീ എന്തൊക്കെ വിളിച്ച് പറഞ്ഞതെന്ന് മനസ്സിലാകില്ല. അന്ന് രാത്രി ജെസ്സി ഏമിയുടെ കൂടെ ആയിരിക്കും കിടക്കുക. അതിനിടയിൽ അവൾക്ക് രാജീവിന്റെ കോൾ വരും. രാജീവിനോട് സംസാരിച്ച് വെച്ചതിന് ശേഷം ഏമിയെ നോക്കുമ്പോൾ അവൾ അവിടെ കാണില്ല. പെട്ടെന്ന് കറണ്ടും പോകും. അങ്ങനെ അവൾ മെഴുകുതിരി കത്തിച്ചിട്ട് വീട് മുഴുവനും ഏമിയെ അന്വേഷിക്കും. എന്നാൽ ഏമിയുടെ പൊടി പോലും ഉണ്ടാകില്ല. അങ്ങനെ ജെസ്സി ഏമിയെ അന്വേഷിച്ച് പൂളിന്റെ അടുത്തേക്ക് പോയി നോക്കും. അപ്പോഴായിരിക്കും പൂളിൽ കറുത്ത വെള്ളവും അതിനുള്ളിൽ ഒരു തലയും അവളുടെ ശ്രദ്ധയിൽപ്പെടുക. ജെസ്സി പേടിച്ചുകൊണ്ട് പൂളിൽ ഇറങ്ങി ഏമിയെ വിളിച്ച് ആ തലയുടെ അടുത്ത് പോകും. എന്നാൽ അതൊരു പാവയായിരിക്കും. ഓരോന്ന് കണ്ട് ജെസ്സി ആണെങ്കിൽ പേടിച്ച് വിറക്കും. പിന്നീട് നോക്കുമ്പോൾ അവൾ കാണുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏമിയാണ്.
കാണുകയാണ്. പെട്ടെന്ന് അവളുടെ ഉറക്കം ഞെട്ടും. അവൾക്കാണെങ്കിൽ താനിപ്പോൾ കണ്ടത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് മനസ്സിലാകില്ല. അവൾ നോക്കുമ്പോൾ അവളുടെ അടുത്ത് രാജീവ് ഉണ്ടാകും. തനിക്ക് ചുറ്റും എന്താ നടക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാകില്ല. അവൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം രാജീവിനോട് പറയും. അപ്പൊ രാജീവ്, ദേ ഏമി നിന്റെ അടുത്ത് തന്നെയുണ്ട്, നീ കൂടുതലൊന്നും ആലോചിക്കണ്ട, കിടന്നുറങ്ങെന്ന് പറയും. പിറ്റേ ദിവസം രാജീവും ജെസിയും സംസാരിക്കുന്ന സമയത്ത് രമേശ് അവിടേക്ക് വരും. എന്നിട്ട് ഇന്നത്തെ ന്യൂസ് കണ്ടിട്ടില്ലേ എന്ന് അവരോട് ചോദിക്കും. അവർ ഇല്ല എന്ന് പറയും. ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്ന സൈക്കോളജിസ്റ്റ് ആരാധിയില്ലേ, അവർ ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചുപോയി. അതുപോലെ അവരുടെ കാറിന്റെ മുകളിൽ ഒരു സിംബൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് രമേശ് അതിന്റെ ഫോട്ടോ അവർക്ക് രണ്ടുപേർക്കും കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഈ സിംബൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ഏമി വരച്ച ചിത്രത്തിലുള്ളതായിരിക്കും. അത് മനസ്സിലാക്കിയ ജെസി ആ ചിത്രത്തെ പറ്റി പറയാൻ പോകുമ്പോഴേക്കും രാജീവ് വേണ്ട എന്ന് അവളോട് പറഞ്ഞ് രമേശിനോട് ഇല്ല എന്ന് മറുപടി കൊടുക്കും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ജെസി അടുക്കളയിൽ പോയി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ കണ്ണൊക്കെ വെള്ള നിറത്തിലായി പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഏമി ഫ്രിഡ്ജിനകത്തുണ്ടാകും. ജെസി പേടിച്ചലറിക്കൊണ്ട് രാജീവിനെ വിളിക്കും. അവൻ ഓടി വന്ന് എന്താ പറ്റിയതെന്ന് ജെസിയോട് ചോദിക്കും. അവൾ ഫ്രിഡ്ജിനകത്ത് ഏമിയെ കണ്ട കാര്യം പറയും. എന്നാൽ രാജീവ് നോക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് ഒന്നും ഉണ്ടാകില്ല. അന്നേരം ഏമി അവളുടെ റൂമിൽ നിന്ന് കരയുന്ന ശബ്ദം അവർ കേൾക്കും. അവർ ഓടിച്ചെന്ന് ഏമിയുടെ അടുത്ത് പോയിട്ട് എന്താ പറ്റിയതെന്ന് ചോദിക്കും. ആ സമയത്ത് ഏമി ഒരു മാതിരി പ്രേതത്തെ പോലെ പേടിപ്പിക്കുന്ന രീതിയിൽ അവരെ നോക്കും. ജെസിക്ക് പേടിയാകും. രാജീവ് ജെസിയോട് വേഗം വാ, ഇവിടെ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി ആ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് ആ റൂം ലോക്ക് ചെയ്യും. ജെസി രാജീവിനോട് നമ്മൾക്ക് വേഗം പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഒരാളെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും പ്രേതബാധ ഒഴിപ്പിക്കുന്ന ആളുടെ അടുത്ത് പോയിട്ട് സംഭവങ്ങളെല്ലാം പറയും. അത് കേട്ട അയാൾ അവരുടെ കൂടെ വിക്ടോറിയ ഹൗസിലേക്ക് പോകും. വിക്ടോറിയ ഹൗസിലെത്തിയ അയാൾ നേരെ ഏമിയുടെ റൂമിലേക്ക് പോകും. അയാളെ കണ്ടതും ഏമി അയാൾക്ക് നേരെ ഓടി വന്ന് കയറി പിടിക്കാൻ നോക്കും. അപ്പോഴേക്കും അയാൾ അവളെ പിടിച്ച് കിടത്തി നെറ്റിയിൽ കൈവച്ചുകൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി അവളെ ബോധം കെടുത്തും. ആ റൂമിൽ അരങ്ങേറിയ കാര്യങ്ങൾ കണ്ട് രാജീവും ജെസിയും ഭയന്നു പോകും. ശേഷം അയാൾ രാജീവിനൊരു ബുക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതിൽ പറഞ്ഞ പ്രകാരം എല്ലാം ഒരുക്കി വെക്കണമെന്ന് പറയും. അങ്ങനെ ആ ബുക്കിൽ പറഞ്ഞതുപോലെ രാജീവ് റൂമിൽ മെഴുകുതിരിയെല്ലാം കത്തിച്ച് വെച്ച് ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. എന്നിട്ട് അയാൾ ഒരു മണി രാജീവിനെ കാണിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോഴെല്ലാം ഈ മണി അടിക്കണം, ഇതിൽ നിന്ന് വരുന്ന ശബ്ദ തരംഗങ്ങൾ കാരണം ഈ സ്ഥലത്തുള്ള നെഗറ്റീവ് എനർജി എല്ലാം പോകുമെന്ന് പറയും. എന്നിട്ട് ജെസിയോട് ഏമിയുടെ അടുത്ത് നിന്ന് ഇവിടേക്ക് മാറിയിരിക്കാൻ വേണ്ടിയും രാജീവിനോട് ഏമിയെ കൂട്ടി ചെയറിൽ കൊണ്ടിരുത്താനും പറയും. പിന്നീട് അയാൾ രാജീവിനോട് അവളെ കെട്ടിയിടെന്ന് പറയും. എന്നാൽ പറഞ്ഞത് പ്രകാരം ഏമിയെ കെട്ടാതെ രാജീവ് നേരെ പോയി ജെസിയെ കെട്ടിയിടും. ഇതെന്താ ഇവൻ ഏമിയെ കെട്ടാതെ തന്നെ കെട്ടിയിടുന്നതെന്ന് ജെസിക്ക് മനസ്സിലാകില്ല. അഴിക്കഴിക്ക് കെട്ടഴിക്ക്, ഇതെന്താ ഏമിയെ കെട്ടിയിടാതെ എന്നെ കെട്ടിയിടുന്നേ? അന്നേരം അയാൾ ജെസിയോട് ഏമി ഒരിക്കലും നീ വിചാരിക്കുന്ന ഒരാളല്ല, അവൾ വെറും മായയാണ്, അത് ഏമിയല്ല, നീ ശരിക്കും അവളെ നോക്ക്, അവളുടെ ശരീരം ശ്രദ്ധിക്കെന്ന് പറയും. എന്നാൽ ജെസിയുടെ കണ്ണിൽ അത് ഏമി തന്നെയായിരിക്കും. ജെസിക്കൊന്നും മനസ്സിലാകില്ല. ആ സമയം അയാൾ അവളുടെ നെറ്റിയിൽ കൈവച്ചിട്ട് ഇനി നീ അവളെ ശ്രദ്ധിച്ച് നോക്കെന്ന് പറയും. ജെസി പിന്നെയും ഏമിയെ നോക്കുമ്പോൾ കാണുന്നത് ഏമിയെ ആയിരിക്കില്ല, ജെസിയെ പോലെ തന്നെ വേറൊരു ജെസി ആയിരിക്കും. ഇതെന്ത് മാരണമാണെന്ന് ജെസിക്ക് മനസ്സിലാകില്ല. എന്നിട്ട് അയാൾ ജെസി നിനക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഒരു ക്രിസ്റ്റൽ ബോൾ കാണിച്ചിട്ട് അതിൽ ജെസിയുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട കാർ ആക്സിഡന്റിൽ ജെസി മുമ്പേ മരിച്ചതായിരിക്കും അതിൽ കാണിക്കുക. എന്നിട്ട് ഇപ്പോൾ മനസ്സിലായോ നിനക്ക് എന്താ സംഭവിച്ചതെന്ന്? ഇത് നിന്റെ ശരീരമല്ല എന്ന് അയാൾ പറയും. അപ്പോഴേക്കും ജെസി ഒരു മുഴു ഭ്രാന്തിയെ പോലെ അലറും. അവളുടെ കണ്ണൊക്കെ ആകെ കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന രീതിയിലായിട്ടുണ്ടാകും. ആ സമയം അയാൾ രാജീവിനോട് ആ ബെല്ലടിക്കാൻ പറയും. അവൻ അതുപോലെ ചെയ്യും. ബെല്ലടിക്കുന്ന സമയത്ത് അയാൾ ജെസിയുടെ തലക്ക് പിടിച്ചിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലും. അങ്ങനെ ജെസിയുടെ ബോധം പോകും. അവിടുന്ന് സീൻ കട്ടായിട്ട് ഇവിടെ പ്രസന്റിൽ TV സ്ക്രീനിലൂടെ ഇതെല്ലാം കണ്ടിട്ട് ഇവർക്കൊന്നും മനസ്സിലാകില്ല. സംശയത്തിനൊടുവിൽ മോജോ പ്രേതബാധ ഉണ്ടായത് ശരിക്കും ഏമിക്കല്ലേ, അല്ലാതെ ജെസിക്കല്ലല്ലോ, പിന്നെന്താ അവരങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കും. അല്ല, ജെസിയുടെ മുമ്പിൽ ജെസിയെ പോലെ തന്നെ തോന്നിക്കുന്ന വേറൊരു ജെസി അതാരായിരിക്കും എന്ന് സമീറ ചോദിക്കും. എന്നാൽ കൂട്ടത്തിലുള്ള ആർക്കും എത്ര ആലോചിച്ചിട്ടും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകില്ല. അപ്പോൾ ശാലിനി ആ വീട്ടിൽ എവിടെയെങ്കിലും നിന്ന് അവൾ പറയുന്നത് ജെസി കേൾക്കുമെന്ന വിശ്വാസത്തിൽ ഉച്ചത്തിൽ ജെസി കഥയുടെ ബാക്കി എന്താണെന്ന് കൂടി പറ, ഏമി എവിടെ പോയി, അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. അന്നേരം സമീറ എന്റെ പുറം എന്തോ വേദന പോലെ തോന്നുന്നു, അവിടെ എന്തോ ഉണ്ട് എന്ന് പേടിച്ചിട്ട് പറയും. അവർ നോക്കുമ്പോൾ കണ്ടത് ബ്ലഡ് കൊണ്ട് അവളുടെ പുറത്ത് ഐ ഡോണ്ട് നോ എന്ന് ജെസി എഴുതിയതായിരിക്കും. അത് കണ്ട് ശാലിനി സമീറയെ പറഞ്ഞ് വെറുതെ പേടിപ്പിക്കേണ്ട എന്ന് കരുതി ഏയ് അതൊന്നുമില്ല, പുറത്ത് ചെറിയൊരു തുടുപ്പുണ്ട് അത്രമാത്രം എന്ന് പറയും. ഇനിയിപ്പോ എന്ത് ചെയ്യും, ബാക്കി കഥ നമ്മൾ ആരോട് ചോദിക്കുമെന്ന് അബി പറയും. സ്ക്രീനിൽ വീഡിയോ കാണുന്ന സമയത്ത് രാജീവിന്റെ നമ്പർ ജെസി ഒരു ഡയറിയിൽ എഴുതി ഡ്രോയറിൽ സൂക്ഷിച്ച് വെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് സമീറ ഓർമ്മപ്പെടുത്തും. എല്ലാവരും കൂടി അങ്ങനെ ജെസിയുടെ റൂമിൽ പോയിട്ട് ആ ഡയറി അന്വേഷിക്കും. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ അവർക്ക് നമ്പർ കിട്ടും. എന്നാൽ അതിൽ കോൾ കിട്ടില്ല. കൂടാതെ അവർക്ക് ആ ഡയറിയിൽ നിന്ന് രമേശിന്റെ നമ്പർ കൂടി കിട്ടും. അവർ അയാളെ വിളിച്ചിട്ട് നമ്മൾ ഗോസ്റ്റ് ഹണ്ടേഴ്സ് ആണെന്നും ഇപ്പോൾ വിക്ടോറിയ ഹൗസിലാണ് ഉള്ളതെന്നും
എന്നും പറയും. നിങ്ങൾക്ക് അവിടെ കയറാൻ ആരാ അനുവാദം തന്നെ, വേഗം അവിടുന്ന് പോ എന്ന് രമേശ് പറയും. അപ്പോൾ അവർ ഈ വീടിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം, പക്ഷെ അത് ഫോൺ വഴിയല്ല, പകരം നിങ്ങൾ നേരിട്ട് ഇവിടേക്ക് വരണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോകാമെന്ന് പറയും. അങ്ങനെ രമേശ് ഞാൻ ഇതാ ഇപ്പൊ വരാമെന്ന് പറയും. അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് വിക്ടോറിയ ഹൗസിൽ രമേശ് എത്തിയതിനു ശേഷമുള്ള സീനാണ്. അപ്പോൾ ശാലിനി അവിടെയുള്ള ടിവിയിൽ അവർ ജെസിയുടെയും ഏമിയുടെയും സ്റ്റോറി കണ്ടതും അതിന്റെ ബാക്കി കഥ അറിയണമെന്നും പറയും. അങ്ങനെ രമേശ് ബാക്കി കഥ പറയാൻ തുടങ്ങും. അന്ന് ആ സംഭവം നടന്നതിന്റെ പിറ്റേന്ന് രാവിലെ ബോധം വരുന്ന ജെസി ആയിരിക്കും കാണിക്കുക. ബോധം വന്ന ജെസിയുടെ മുമ്പിൽ നേരത്തെ മരിച്ചുവെന്ന് പറഞ്ഞ ആരാധ്യ ഉണ്ടാകും. ആരാധ്യ അവളോട് നിന്റെ പേരെന്താണെന്ന് ചോദിക്കും. ശ്രുതി എന്ന് അവൾ പറയും. ആരാധ്യയെ കൂടാതെ രാജീവും രമേശും അവിടെ ഉണ്ടാകും. പക്ഷെ അവൾക്ക് അവരെ ആരെയും തിരിച്ചറിയാൻ കഴിയില്ല. ശ്രുതി എന്നിട്ട് എന്റെ സിസ്റ്റർ അമൃത എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അമൃത എവിടേക്ക് വരും. അമൃതയെ കാണാൻ ശ്രുതിയെ പോലെ തന്നെയാണ്, അതായത് അമൃതയും ശ്രുതിയും ട്വിൻസ് ആണ്. ശ്രുതിക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകില്ല. അപ്പോൾ രമേശ് ജാനുവരി 24 നീ എവിടെയായിരുന്നു എന്ന് അവളോട് ചോദിക്കും. ഇന്നല്ലേ ജാനുവരി 24 എന്ന് രമേശിനോട് അവൾ തിരിച്ചു ചോദിക്കും. ഇന്ന് ജാനുവരി 24 അല്ല, എന്നാൽ ആ ദിവസം എന്താ നടന്നതെന്ന് അറിയണമെന്ന് പറഞ്ഞ് രമേശ് ബാക്കി കാര്യങ്ങൾ അവളോട് പറയും. അതായത് ജാനുവരി 26 രമേശ് സ്റ്റേഷനിൽ പോയ സമയത്ത് പോലീസുകാർ ഒരുത്തനെ തല്ലി ചതക്കുന്ന ശബ്ദം കേൾക്കും. ഇതെന്താ അയാൾ ഇങ്ങനെ മർദ്ദിക്കുന്നതെന്ന് രമേശ് അവരോട് ചോദിക്കും. സാർ, അതൊരു ബാഗ് മോഷണ കേസിലെ ആളാണ്. അവൻ മോഷ്ടിച്ചത് ആ വിക്ടോറിയ ഹൗസിലെ പെൺകുട്ടികളുടെ ബാഗാണ്. അവർ അവരുടെ ബാഗ് കാണുന്നില്ല എന്ന് പറഞ്ഞ് പരാതി തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എന്നാൽ വിക്ടോറിയ ഹൗസ് എന്ന് കേട്ടപ്പോൾ രമേശ് ഒന്ന് ഞെട്ടും. കാരണം ജെസിയും ഏമിയും 24 മരിച്ചതാണ്. പിന്നെ എങ്ങനെ ഇന്ന് കംപ്ലൈന്റ് കൊടുത്തെന്ന് അയാൾക്ക് മനസ്സിലാകില്ല. രമേശ് കോൺസ്റ്റബിളിനോട് ആ മോഷ്ടിച്ച ബാഗ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ ഒരു നീല ബാഗ് രമേശിന് കൊടുക്കും. എന്നിട്ട് രമേശ് ആ ബാഗ് എടുത്ത് വിക്ടോറിയ ഹൗസിലേക്ക് പോകാൻ നോക്കുമ്പോൾ അവിടെ വേറൊരു ചുവന്ന ബാഗ് ശ്രദ്ധയിൽപ്പെടും. ഇതാരുടെ ബാഗാണെന്ന് രമേശ് കോൺസ്റ്റബിളിനോട് ചോദിക്കും. അപ്പോൾ അയാൾ ഇത് ജെസിയുടെയും ഏമിയുടെയും ബാഗാണ്, അവരുടെ മൃതദേഹം ബന്ധപ്പെട്ടവർക്ക് കൈമാറുന്ന സമയത്ത് ഈ ബാഗ് കൊടുക്കാൻ മറന്നുപോയി എന്ന് പറയും. അങ്ങനെ രമേശ് ആ ബാഗും എടുത്ത് വിക്ടോറിയ ഹൗസിലേക്ക് പോകും. അവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതായത് രമേശ് അന്ന് കണ്ടത് ട്വിൻ സിസ്റ്റേഴ്സായ ശ്രുതിയെയും അമൃതയുമാണ്. ജെസിയും ഏമിയും ഓൾറെഡി മരിച്ചു. ബട്ട് ജെസിയും ഏമിയും മരിച്ച സ്പോട്ടിലൂടെ ജാനുവരി 24 ശ്രുതിയും ഏമിയും വണ്ടിയിൽ പോയപ്പോഴാണ് ജെസിയുടെ ആത്മാവ് ശ്രുതിയുടെ ബോഡിയിലേക്ക് കയറിയത്. ബട്ട് ജെസിക്ക് താൻ മരിച്ചതും താൻ ശ്രുതിയുടെ ബോഡിയിലേക്ക് കയറിയതും അറിയില്ല. ജെസിയുടെ കണ്ണിൽ ശ്രുതിയുടെ സിസ്റ്റർ അമൃത ഏമിയാണ്. ആൻഡ് ഏമിയും അവളും മരിച്ചത് അവൾ അറിയുന്നില്ല. അതുകൊണ്ടാണ് അവൾ നോക്കുമ്പോഴെല്ലാം അവളുടെ കണ്ണിലുള്ള ഏമിക്ക് സെയിം ഏജ് ആയിട്ട് തോന്നുന്നേ, അതായത് സൈക്യാട്രിസ്റ്റിനോട് പറഞ്ഞതുപോലെ. ആ വീട്ടിൽ വെച്ച് രമേശ് ശ്രുതിയുടെ ബാഗ് ആയിരുന്നു ആദ്യം കാണിച്ചത്. അപ്പോൾ ജെസി ഇതെന്റെ ബാഗ് അല്ലെന്നാണ് പറഞ്ഞത്. ശേഷം മരിച്ചുപോയ ജെസിയുടെ ബാഗ് കാണിച്ചപ്പോൾ അതെന്റെ ബാഗ് ആണെന്നാണ് ശ്രുതിയുടെ ഉള്ളിലുള്ള ജെസി പറഞ്ഞത്. അപ്പോഴായിരുന്നു രമേശിന് എന്തോ കൺഫ്യൂസ്ഡ് ആയത്. രമേശ് ഇറങ്ങുന്നതിന് മുമ്പ് ഏമിയെ നോക്കിയെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ജെസിയുടെ പിറകിൽ നിന്ന് അവൾ കാണാതെ രമേശിനോട് ഹെൽപ്പ് എന്ന് ഏമി പറയുന്നുണ്ടായിരുന്നു. അതായത് തന്റെ ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. എന്നാൽ അതെന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവൾ ഹെൽപ്പ് എന്ന് രമേശിനോട് പറഞ്ഞത്. ആ നിമിഷമായിരിക്കും രമേശിന് ജെസിയുടെ ആത്മാവ് ശ്രുതിയുടെ ശരീരത്തിലുള്ളതെന്ന് മനസ്സിലാവുക. ഈ അമൃതയെ ജെസി സ്വന്തം അനിയത്തി ഏമി ആയിട്ടാണ് കാണുന്നത്. ഇതൊക്കെ കൊണ്ടാണ് അമൃത ജെസി വിക്ടോറിയ ഹൗസിൽ കൂട്ടിപ്പോയ സമയത്ത് ഇത് ആരുടെ വീടാണെന്നൊക്കെ ചോദിച്ചത്. അതുപോലെ രാജീവിനെ പറ്റി ജെസി സംസാരിക്കുന്ന സമയത്ത് ഏമി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു നോട്ടം നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഏമി ആയിരുന്നില്ല, അത് അമൃതയായിരുന്നു നോക്കിയത്. അമൃതക്ക് അറിയില്ലല്ലോ ഈ രാജീവ് ആരാണെന്ന്. വിക്ടോറിയ ഹൗസിലെത്തിയ അമൃതയ്ക്ക് ആ വീടും പരിസരങ്ങളും എല്ലാം അപരിചിതമായിരുന്നു. അപ്പോൾ അവൾ ആ രീതിയിൽ പെരുമാറി. എന്നാൽ ആ പെരുമാറ്റം കണ്ട് ജെസി വിചാരിച്ചത് അമൃതയിലെ ഏമിക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ടെന്നാണ്. ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി ജെസി രാജീവിനെ വിളിച്ചപ്പോൾ മരിച്ചുപോയ ജെസി എങ്ങനെ തന്നെ വിളിക്കുമെന്ന് കൺഫ്യൂസ്ഡ് ആയതുകൊണ്ടാണ് രാജീവ് അവളെ മനസ്സിലായില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. തന്റെ ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അമൃത അന്ന് തന്നെ രാജീവിനെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമൃത പറഞ്ഞത് പ്രകാരമാണ് ജോഗിങ്ങിന് പോയ സമയത്ത് ജെസിയെ വിളിച്ചിട്ട് രാജീവ് സോറി നീ വിളിച്ച സമയത്ത് ഞാൻ നന്നായി കുടിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് പെട്ടെന്ന് എനിക്ക് ആരാണെന്ന് മനസ്സിലാവാതെ ഇരുന്നതെന്ന് പറഞ്ഞത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ദൈവമില്ല, ദൈവമുണ്ടെങ്കിൽ നമ്മളുടെ അമ്മ മരിക്കില്ല എന്ന് ജെസി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ നിന്ന് അവൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് മനസ്സിലാക്കാം. ജെസിക്ക് ഈ ദൈവത്തിലും പ്രേതത്തിലും ഒക്കെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അവളുടെ ആത്മാവിനെ ആവാഹനം ചെയ്ത് അവളെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി അവളുടെ ബാധയെ ശ്രുതിയുടെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് മന്ത്രവാദി രാജീവിനോടും അമൃതയോടും മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മന്ത്രവാദിയെ ശരിക്കും അമൃതയ്ക്കും രാജീവിനും പരിചയപ്പെടുത്തി കൊടുത്തത് രമേശ് ആയിരുന്നു. പിന്നെ ആരാധ്യ എന്ന സൈക്കോളജിസ്റ്റിനെ വിളിച്ചു വരുത്തി അവർ ഏമിയോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞതും പിന്നീട് പേടിച്ച് അവർ റൂമിൽ നിന്ന് ഓടിപ്പോയതുമെല്ലാം ജെസിക്ക് ഏമിക്ക് പ്രേതബാധയുണ്ടെന്ന് വിശ്വാസം വരുത്താൻ വേണ്ടി ചെയ്തതാണ്. എന്നിട്ടും വിശ്വസിക്കാതിരുന്ന ജെസിക്ക് വിശ്വാസം വരാൻ വേണ്ടിയാണ് കട്ടിലിന്റെ അടിയിൽ ആരോ ഉണ്ടെന്ന് പറഞ്ഞ് ഏമി ബഹളം വെച്ചതും ബാർഡബിൽ മുങ്ങിക്കിടന്നതും പൂളിൽ പൊങ്ങിക്കിടന്നതുമൊക്കെ. അതെല്ലാം അമൃതയുടെ വെറും ആക്ടിംഗ് ആയിരുന്നു. അവസാനം അമൃതയുടെയും ബാക്കി എല്ലാവരുടെയും പരിശ്രമത്തിനൊടുവിലാണ് ജെസി പ്രേതബാധ ഒഴിപ്പിക്കുന്ന ആളെ വിളിക്കാൻ തീരുമാനമെടുത്തത്. അങ്ങനെയാണ് ജെസിയുടെ
ആത്മാവിനെ ശ്രുതിയുടെ ശരീരത്തിൽ നിന്ന് ആ മന്ത്രവാദി മണിയടിച്ച് മന്ത്രവാദങ്ങൾ ചൊല്ലി ഒഴിപ്പിച്ചത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവർ ഇവിടുന്ന് രമേശ് വഴി അറിയും. ആ സമയത്ത് മോജോ അല്ല സമീറ എവിടെയെന്ന് ചോദിക്കും. സമീറയോ അതാരാണെന്ന് രമേശ് ചോദിക്കും. അപ്പോൾ അബി, ഇത്രയും നേരം നിങ്ങളുടെ അടുത്ത് ഒരു പെണ്ണ് ഇരുന്നിട്ടുണ്ടായിരുന്നില്ലേ, ഈ വീടിന്റെ ഓണർ, അതിനി എന്റെ അടുത്ത് ശാലിനിയല്ലേ ഇരുന്നതെന്ന് രമേശ് സംശയത്തോടെ ചോദിക്കും. ട്വിസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. രമേശിന്റെ അടുത്തിരുന്ന സമീറയാണ് യഥാർത്ഥ ജെസി. അന്നേരം രമേശ് അവരോട് എല്ലാവരോടും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയും. അങ്ങനെ അവർ പോകാൻ തയ്യാറാകുമ്പോൾ ജെസിയുടെ റൂമിൽ നിന്ന് എന്തോ ഒന്ന് പൊട്ടി വീഴുന്ന സൗണ്ട് കേൾക്കും. അവർ പോയി നോക്കുമ്പോൾ അത് അവരെല്ലാവരും ആ വീട്ടിൽ ആദ്യം വന്ന സമയത്ത് കണ്ട ജെസിയുടെയും ഏമിയുടെയും ഫോട്ടോ ആയിരിക്കും. അപ്പോൾ ആ ഫോട്ടോയിൽ ഏമിയോടൊപ്പം ഉള്ളത് അവരുടെ കൂടെ ഇത്ര നേരം ഉണ്ടായ സമീറയായിരിക്കും. അന്നേരം സമീറയാണ് ജെസി എന്ന് എല്ലാവർക്കും മനസ്സിലാകും. അവർ ആ വീട്ടിൽ ആദ്യം വന്ന സമയത്ത് ആ ഫോട്ടോ അത്ര ക്ലിയർ അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ആ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ രമേശ് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് അവരോട് പറയും. ഇത്ര നേരം ജെസി നമ്മളുടെ കൂടെ ഉണ്ടായിട്ടും നമ്മളെ അവളൊന്നും ചെയ്തില്ലല്ലോ, ഇനിയും ഒന്നും ചെയ്യാൻ പോകില്ല എന്ന് ശാലിനി പറയും. ശാലിനി, നിനക്ക് ഈ വീടിനെ പറ്റി കൂടുതലൊന്നും അറിയാത്തത് കൊണ്ടാണ്. ഇവിടെ വന്ന ആരും പിന്നെ തിരിച്ചു പോയിട്ടില്ല, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇവിടെ വരുന്ന എല്ലാ പെൺകുട്ടികളെയും ജെസി അവളുടെ സിസ്റ്റർ ഏമി ആയിട്ടാണ് കാണുന്നത്. എന്നിട്ട് അവരെ ഇവിടെ പിടിച്ചു നിർത്തി ഏമിയെ പോലെ കൊണ്ടു നടക്കും. ആ സമയത്ത് പിന്നെയും എന്തോ ശബ്ദം ഹാളിൽ നിന്ന് കേൾക്കും. അങ്ങനെ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കും. അന്നേരം ടിവിയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാകും. പെട്ടെന്ന് അവിടെയുള്ള ഫ്ലവർ വേസ് ഒക്കെ പൊട്ടിത്തെറിക്കും. എല്ലാവരും ആ ഷോക്കിൽ വെപ്രാളപ്പെട്ട് അലറി വിളിച്ച് പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടും. പുറത്തു വന്ന് നോക്കുമ്പോഴായിരിക്കും ശാലിനിയും ജോയും അവരുടെ കൂടെ ഇല്ല എന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുക. ഇതെല്ലാം ജെസിയുടെ പണിയാണെന്ന് മനസ്സിലാക്കിയ അവർ ആ വീടിന്റെ വാതിൽ തുറന്ന് വീണ്ടും അകത്തേക്ക് കയറും. എന്നാൽ അവിടെ ആരും ഉണ്ടാകില്ല. അപ്പോൾ ആരോ പാട്ട് പാടുന്നത് കേൾക്കും. ആ പാട്ട് കേൾക്കുന്നത് ജെസിയുടെ റൂമിൽ നിന്നായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയ അവർ കാണുന്നത് ശാലിനിയെ മടിയിൽ കിടത്തി താരാട്ടു പാട്ട് പാടുന്ന ജോയിയുടെ ശരീരത്തിലുള്ള ജെസി ആയിരിക്കും. അബി വേഗം ശാലിനിയെ രക്ഷിക്കാൻ നോക്കും. പെട്ടെന്ന് കറണ്ട് പോകും. പിന്നെ ശാലിനി അവിടെ കാണില്ല. അന്നേരം ഫ്രിഡ്ജിന്റെ അടുത്ത് നിന്ന് എന്തോ സൗണ്ട് കേൾക്കും. ഫ്രിഡ്ജ് അവർ തുറന്നു നോക്കുമ്പോൾ അതിൽ ലീവ് ഓർ ഡൈ എന്ന് ജെസി എഴുതിയതായിരിക്കും കാണുക. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകില്ല. അവർ ശാലിനിയെ പരിധി ഏമിയുടെ റൂമിലേക്ക് പോകും. അന്നേരം ആ റൂമിലും ലീവ് ഓർ ഡൈ എന്ന് എഴുതിയിട്ടുണ്ടാകും. പെട്ടെന്ന് ലീവ് എന്ന് എഴുതിയത് മാഞ്ഞ് ഡൈ എന്ന് മാത്രമാകും. അപ്പോഴേക്കും അബിയെ എന്തോ ഒന്ന് വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ശേഷം രമേശും മോജോയും അബിയെ അന്വേഷിച്ച് ഹാളിലേക്ക് വരും. ആ നേരം അവിടെയുള്ള ലൈറ്റ് എല്ലാം ഫ്ലിക്കറിംഗ് ആകുന്നുണ്ടാകും. പെട്ടെന്ന് കറണ്ട് വരുമ്പോൾ മോജോയെ അവിടെ കാണില്ല. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തന്റെ ജീവൻ കൂടി അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി രമേശ് വേഗം പോയി വാതിൽ തുറക്കാൻ ശ്രമിക്കും. എന്നാൽ അത് തുറക്കില്ല. അതേസമയം അയാളുടെ പിറകിൽ ജോയിയുടെ ശരീരത്തിൽ കയറി ജെസി അവിടെ ഉണ്ടാകും. അങ്ങനെ രമേശിന്റെ കാര്യത്തിലും തീരുമാനമാകും. അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് ജെസിയാണ്. അവൾ എന്തൊക്കെ സംഭവിച്ചാലും ആരൊക്കെ വന്നാലും ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ തന്നെ എന്നും ഉണ്ടാകുമെന്ന അർത്ഥത്തിൽ ചെയറിൽ ഇരിക്കുന്നുണ്ടാകും. ഇതോടെ ഇവിടെ ഈ സിനിമ കഴിയും. ത്രില്ലർ ട്വിസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ ഫിലിം കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ അടുത്ത മൂവിയായിട്ട് മറ്റൊരു ദിവസം വരാം.